മുസ്ലിം വോട്ട് പിടിക്കാൻ ബിജെപി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സംസ്ഥാനത്തെ എല്ലാ മുസ്ലിം വീടുകളിലും സന്ദർശനം നടത്താനൊരുങ്ങി ബിജെപി. വോട്ട് പിടിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുകയാണ് ലക്ഷ്യമെന്ന് സംസ്ഥാന ബിജെപി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൾ സലാമിന്റെ നേതൃത്വത്തിലാണ് മുസ്ലിം ഔട്ട്റീച്ച് ആരംഭിക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ. എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്, അതാണ് സത്യം. കൂടെ ഉണ്ടാവും ഞങ്ങൾ. അത് ഏത് മലയാളിയാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ പാർട്ടി തയ്യാറാണെന്ന് പറയാനാണ് ഈ മുസ്ലിം ഔട്ട്റീച്ചിന്റെ പ്രോഗ്രാം ഇന്ന് തുടങ്ങുന്നത്. സിൻസിയറായിട്ട് ഞങ്ങൾ എല്ലാ വീട്ടിലും പോവും. ഈ ടീം എല്ലാ മുസ്ലിം കമ്മ്യൂണിറ്റീനെ കാണും. ഞങ്ങളുടെ കാഴ്ചപ്പാട് ബിജെപി ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ബിജെപി സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വികസിത കേരളം, അത് എല്ലാവർക്കും വേണ്ടിയാണ്, എല്ലാവരുടെ ഒപ്പം ഞങ്ങൾ ചെയ്യാൻ ആണ് ഞങ്ങളുടെ താല്പര്യം എന്ന് ഞങ്ങൾ മുമ്പോട്ട് കൃത്യമായി പറയും. മനു ഭരത് ചേരുന്നു വിവരങ്ങളുമായി. മനു, ക്രൈസ്തവ ഔട്ട്റീച്ചിന് ശേഷം ഇനി മുസ്ലിം ഔട്ട്റീച്ച് അല്ലേ? തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അത്തരമൊരു നീക്കത്തിന് ബിജെപി തയ്യാറെടുക്കുകയാണ്. മുസ്ലിം വിഭാഗത്തിനിടയിലുള്ള ചില ആശയക്കുഴപ്പങ്ങളിലെ പാർട്ടിയെക്കുറിച്ചുള്ള ധാരണകളൊക്കെ തിരുത്തുന്നതിന് വേണ്ടി ആണ് ഈ ശ്രമം എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. അദ്ദേഹം ആരോപിക്കുന്നത് ബിജെപിയെക്കുറിച്ച് മുസ്ലിം വിഭാഗത്തിനിടയിൽ മറ്റു മുന്നണികൾ വലിയ വിഷം കുത്തിവെച്ചിരിക്കുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി അവരുമായി സൗഹൃദത്തിലേർപ്പെടുക, വികസനത്തിൻ്റെ ഒരു രൂപരേഖ അവർക്ക് നൽകുക, അതിനാണ് ബിജെപി മുൻഗണന നൽകുന്നത്, വികസനത്തിനാണ് എന്ന കാര്യം അവരെ ധരിപ്പിക്കുക. ഇതൊക്കെയാണ് ഈ സന്ദർശനത്തിൻ്റെ ഒരു ലക്ഷ്യമായി പ്രധാനമായി കാണുന്നത്. അതോടൊപ്പം തന്നെ ഇതിൽ ബിജെപിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ അബ്ദുൾ സലാമിനെയാണ് ഇതിൻ്റെ ഒരു ഏകോപനത്തിനായി ചുമതലപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഈ പരിപാടികൾ നടക്കുക. അതോടൊപ്പം എ.പി. അബ്ദുള്ളക്കുട്ടിയെ പോലുള്ള നേതാക്കളും ഈ വികസന കാര്യങ്ങൾ ആളുകളെ ധരിപ്പിക്കുന്നതിൽ, വിശദീകരിക്കുന്നതിലൊക്കെ മുൻപന്തിയിൽ നിൽക്കും. അത്തരത്തിൽ ഇനി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക എന്നാണ് ബി.ജെ.പി. നിലപാടെന്നും നേരത്തെ പ്രധാനമന്ത്രി തന്നെ ഉയർത്തിയിട്ടുള്ള സബ്കെ സാത്ത്, സബ്കെ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നൊക്കെയുള്ള ഈ മുദ്രാവാക്യങ്ങൾ അവരിലേക്ക് എത്തിക്കുക, അവരുടെ ഒരു വിശ്വാസം ആർജിക്കാനുള്ള പരമാവധി ശ്രമം നടത്തുക. അങ്ങനെ ബി.ജെ.പി. എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയാണ് എന്ന തരത്തിലുള്ള ഒരു ചിത്രം കാഴ്ചവെക്കുന്നതിനുള്ളൊരു ശ്രമമാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. ഏതായാലും അതിന് പലയിടങ്ങളിൽ നിന്നും വലിയ പിന്തുണ പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്ന് ലഭിക്കുന്നു. പക്ഷേ ഇത് എത്ര കണ്ട് പ്രതിപക്ഷവും കക്ഷികളും അതുപോലെ ഭരണകക്ഷികളുമൊക്കെ എത്ര കണ്ട് ഇതിനെ ഉൾക്കൊള്ളും എന്നതിൽ സംശയം എപ്പോഴും ഉണ്ട്. അവരെല്ലാം സംശയത്തോടെ നോക്കുമ്പോഴും ബി.ജെ.പി. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഈ പദ്ധതി ന്യൂനപക്ഷ വിഭാഗത്തെ പാർട്ടിയുമായി കൂടുതൽ അടുപ്പിക്കും എന്നൊരു പ്രതീക്ഷയാണ് അവർ വെച്ച് പുലർത്തുന്നത്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം. ഇടവേള.